നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് സർവമയം എന്ന് പറഞ്ഞ സിനിമ. അജു വർഗീസ്, അതുപോലെ തന്നെ റിയ ഷിബു, പ്രീതി മുകുന്ദൻ എന്നിവരൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങളായിട്ട് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നമ്മുടെ അഖിൽ സത്യനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ജസ്റ്റിൻ പ്രഭാകരനാണ് സിനിമയിൽ ഗാനങ്ങൾ കലക്കിയിരിക്കുന്നത്. എന്തായാലും പടത്തിന്റെ 7 ദിവസത്തെ കേരള ബോക്സ് ഓഫീസും വേൾഡ് വരും പരിശോധിക്കാം നമുക്ക്. സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 7ാമത്തെ ദിവസം കേരളത്തിൽ നിന്ന് 3,50,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ടോട്ടൽ 7 ദിവസം കൊണ്ട് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 30,53,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമ ഒഫീഷ്യലായിട്ട് 30 കോടി ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഓവർസീസിലും ഇതുപോലെ തന്നെയാണ്. ഓൾമോസ്റ്റ് 30 കോടിന് മുകളിലാണ് സിനിമയുടെ ഇന്ത്യയിലെ വെളിയിലെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് സിനിമയ്ക്ക് ഇപ്പം നിലവിൽ 67 കോടിനടുത്താണ് അപ്രോക്സ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് വേൾഡ് വൈഡ് കഴിഞ്ഞ 7 ദിവസം കൊണ്ട്. ഒരു ഗംഭീരമായ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സർവമയം എന്ന് പറഞ്ഞ മലയാള സിനിമയ്ക്ക്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ കളക്ഷൻ ആയിട്ട്. അതുപോലെ തന്നെ സിനിമയ്ക്ക് 2ാമത്തെ ആഴ്ചയായിട്ട് പോലും സിനിമയ്ക്ക് നല്ലൊരു ഹോൾഡും അതുപോലെ തന്നെ നല്ലൊരു സ്ക്രീൻ കൗണ്ട് ഉയർത്തിയിട്ടുണ്ട്. റിലീസിന് വന്ന പോലെ ഇപ്പം നിലവിൽ സിനിമയുടെ സ്ക്രീൻ കൗണ്ട് ഒരുപാട് സ്ക്രീനിലോട്ട് സിനിമയുടെ റണ്ണിങ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഒരുപാട് ലേറ്റ് നൈറ്റ് ഷോസും കഴിഞ്ഞ ആദ്യ ആഴ്ചയ്ക്ക് ശേഷം സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ സിനിമയുടെ കളക്ഷന് നല്ലപോലെ ഉപയോഗമായിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് വരും ദിവസങ്ങളിൽ സർവമയം സിനിമയുടെ ഗംഭീരമായ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. നിമിഷം ആദ്യം ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പടം കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കാത്തിരിക്കാൻ നമുക്ക് നിവിൻ പോളിയുടെ മറ്റൊരു ഗംഭീരമായ സിനിമയുടെയും ബോക്സ് ഓഫീസിനായിട്ട്.